മുത്തുമണികളെ എല്ലാ പാടബന്ധോട് എന്തെങ്കിലുമൊക്കെ നടക്കും. ഇന്ന് കുതിരിപ്പിന്റെ വീഡിയോ ഉണ്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ പെണ്ണുങ്ങളെ നിസാര കാര്യത്തിന് തമ്മിൽ തെറ്റി റൂമിലൂടെ പോയി കുത്തിട്ടുണ്ട് ഒന്നും വെച്ചുണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ആണുങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. പിന്നെ ഈ വെച്ചുണ്ടാക്കുക എന്ന് പറയുന്നത് വെറും പെണ്ണുങ്ങളെ മാത്രം പണിയല്ല, ആണുങ്ങൾക്ക് കൊടുക്കാം. ഇങ്ങോട്ട് എന്ത് ചെയ്യാം, ഞാൻ ഈ പറയുന്ന ഐറ്റം ഉണ്ടാക്കുക, അതിന്റെ കൂടെ കുറച്ച് പപ്പടവും പൊരിക്കുക, കുറച്ച് ചോറും ഇങ്ങോട്ട് ഒക്കെപ്പാടെ കൊടുത്ത് ടേബിളിൽ സെറ്റ് ചെയ്തിട്ട് കുടിക്കാനുള്ള വെള്ളം വരെ വെച്ചതിന് ശേഷം ഓലെ പോയി വിളിക്കും ഒരു 3 വട്ടം. ഇങ്ങോട്ട് ഓല് വരില്ലെങ്കിലും കജ്ജമ്മ പൊടിച്ച് വെച്ചാൽ ഓല് നമ്മളെ പിന്നാലെ ഇങ്ങനെ പോരും. ഇന്നൊരു വലിയ ഇങ്ങനെ കേൾക്കാം, പക്ഷെ അങ്ങോട്ട് മെയിൻ ചെയ്യരുത്. ഇങ്ങോട്ട് എന്നിട്ട് നേരെ കൊടുത്ത് കസാലയിൽ ഇരിക്കുക, രണ്ടാളൊപ്പം ഇരുന്ന് ചോറ് തിന്നുക. ഇടക്കോലെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടാവും എന്നുള്ളൊരു വലിയ ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ മെയിൻ ചെയ്യരുത്. നമ്മളെന്ത് ചെയ്യുക, കോങ്ങനിട്ട് ഇങ്ങനെ നോക്കുക. നേരെ നമ്മൾ ഓലെ മുഖത്തേക്ക് നോക്കിയാൽ ഓരെന്ത് വെച്ചാൽ ആ ചോറൊക്കെ ഓല് നീച്ചു പോകും. വീഡിയോ അവസാനം വരെ കണ്ടോളി, മോശം വരില്ല. അപ്പൊ മുത്തുമണികളെ ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ പോകണം. അപ്പൊ നമ്മൾ തിരിച്ച് കത്തിക്കുക, ചട്ടി അടുപ്പിൽ വെക്കുക. ഞാൻ കടയാണ് എടുത്തുള്ളത്, നിങ്ങൾ അത് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഞാൻ പേരച്ചൂട്ടിന്റെ വെളിച്ചെണ്ണ എടുത്തുള്ളത്. വെളിച്ചെണ്ണ കുറച്ച് കരുതിൽ അത് പോയിക്കണം, നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ വിചാരിച്ച കാര്യം മനസ്സിൽ കരുതുക. കാര്യം 2 പരത്തി വെക്കുക, 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്നതോട് കൂടെ 3 തണ്ട് നല്ല മൂപ്പിലുള്ള വേപ്പിന്റെ നോക്കിയിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. തിരിച്ച് കൂടിയത് കാരണം ഒന്ന് കളർ വ്യത്യാസം വന്നുകൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് മാറ്റി വെച്ച ബീൻസ് ഇട്ട് കൊടുക്കുക. ബീൻസും ക്യാരറ്റും വളരെ നൈസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ക്യാരറ്റിലും ബീട്രൂട്ടിലൊക്കെയാണ് നന്നായിട്ട് പിടിക്കണം. ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും എണ്ണത്തും കെജിനുള്ളിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതൊക്കെ പുറത്ത് പോകും. എറണാകുളം കച്ചേരിപ്പടിയിൽ ഞാൻ ചൈനീസിന്റെ പണിയെടുക്കുന്ന ടൈമിൽ ഞാൻ ഇതേമാതിരി അളക്കി മറിക്കണത് കാണാൻ വേണ്ടി ആൾക്കാർ തിങ്ങി കൂടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്തായാലും ഞാനത് ഓർത്തു പോയി. എന്റെ ഉസ്താദ് ഷമീറായിരുന്നു. ഒന്ന് മൂടി വെക്കുക, ഒരു 3 മിനിറ്റ് ചെറിയൊരു തിജിൽ. ഇടയിൽ ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇനി ഒരിക്കലും മൂടി വെക്കരുത്. മൂടി വെച്ച് കഴിഞ്ഞാൽ അതിലൊരു നീരിറങ്ങും, പിന്നെ അത് പീച്ചിട്ടാവും, പിന്നെ ഒരു കുണം കിട്ടൂല. ഇനി അതിലേക്ക് മർമ്മപ്രധാനമായ ഒരു 3 മുടുക പൊട്ടിച്ച് നന്നായിട്ട് ഇതേമാതിരി അടിച്ച് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഒഴിക്കുക. എത്രന്റെ അടിക്കണു ചൈനസ് ഇങ്ങനെ പതച്ച് പൊന്തി വരും. അതാണ് ഈ ഓംലെറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്നിട്ട് എന്താ വെച്ചാൽ നേരെ നമ്മുടെ ചട്ടിക്കാണ് പാർന്നു കൊടുക്കുക. കോഴിമുടുക ഉടച്ച് പാരുമ്പോൾ നമ്മുടെ തിജ് ബന്ധാക്കാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങോട്ട് എന്ത് ഒരു 40% ബന്ധത്തിന് ശേഷം മാത്രമേ നമ്മൾ ഈ കോഴിമുടുക പൊട്ടിച്ച് വരാൻ പറ്റുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇതിനാണ് ഞാൻ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ പാർന്നത്. ഇപ്പൊ എന്ത് ചട്ടിയിൽ പിടിച്ചാതെ എല്ലാം വെറുതെനായി കിട്ടും. എല്ലാം നീര് വലിക്കുമാണ്, അത് ചൂട് കൊടുക്കുന്ന തിന്നുമാണ്. വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു പച്ചച്ചൂരി വരും. ഇതൊക്കെ ഉണ്ടാക്കി തിന്ന് നിങ്ങളെ പെണ്ണുങ്ങളൊക്കെ നല്ല സന്തോഷത്തിലായി, പെണ്ണുങ്ങളെ കണ്ണീരും കരച്ചിലും എന്നുള്ള വലിയൊക്കെ മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ചിന്തിക്കരുത്. എന്ത് ചെയ്യുക, അസർ വാങ്ങിക്കൊടുക്കുന്നവരെ നന്നായിട്ടൊന്ന് കടന്നു തുടങ്ങുക. അതോടുകൂടെ മുമ്പത്തെ എല്ലാ കാര്യങ്ങളും മറക്കും ചെയ്യും. വേറെ ലോകത്തേക്ക് എത്തിയമാതിരി നമുക്ക് ഇങ്ങനെ തോന്നും. ഇങ്ങോട്ട് എന്ത് ചെയ്തമാതിരി നീരപ്പാത്രം എടുക്കുക, നമ്മളെ പെരിപ്പ് അത്യാവശ്യം വേവും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ അതിലേക്ക് വിളമ്പുക. ഇനിയിപ്പോ ഭാര്യയും ഭർത്താവും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും 10 മിനിറ്റ് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. കഴിയണത് 2 കൂട്ടരും കുടുംബത്തിനെ അറിയിക്കാതിരിക്കുക. അറിയിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാവുന്നല്ല. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മളെ ജീവിതം സന്തോഷമാക്കുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തപ്പെട്ടതല്ല, നമ്മളെ കുടുംബക്കാരെ ഉത്തരവാദിത്തപ്പെട്ടതല്ല. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെ കൂടിയിട്ടുണ്ടെങ്കിൽ പച്ചമുളക് പരമാവധി കമ്മിയാക്കുക. അപ്പൊ എല്ലാവരും പരീക്ഷ നോക്കുക, അഭിപ്രായങ്ങൾ അറിവുകൾ പങ്കുവെക്കാൻ മറക്കരുത്. ഇതുകൊണ്ടും ഈ പ്രശ്നം നിൽക്കണില്ലെങ്കിൽ കോഴിമുടുക പുഞ്ഞിട്ട് വേറെ റൈറ്റ് ഉണ്ട്. അപ്പൊ അത് ആവശ്യപ്പെട്ട ഞാൻ പോസ്റ്റ് ചെയ്യും. പിന്നെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. അവിടെ മൗനം പാലിക്കരുത്. അവിടെ മൗനം പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം പണയം വെക്കേണ്ടി വരും. ഇപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ഓക്കെ, ബൈ.